ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈസ്റ്ററൊക്കെ ആയിക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതിലേക്ക് ഇനി ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 4 ഏലക്കയും ഗ്രാമ്പൂവും കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചില്ലി ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് തണ്ട് കറിപ്പത്ത ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ക്യാരറ്റും 2 പൊട്ടറ്റോയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലും 3ാം പാലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. എല്ലാം കൂടി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. മിക്സ് ചെയ്ത് കൊടുക്കാം.
ചെറുതായിട്ട് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ചിക്കന് വേണ്ട താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ. താങ്ക് യു.